കോളേജ് ഫീസ് അടയ്ക്കാനായി മാറ്റിവെച്ച പണം കടമായി നൽകിയിട്ട് തിരികെ ലഭിക്കാത്തതിനെ തുടർന്നുണ്ടായ മനോവിഷമത്തിൽ വിദ്യാർത്ഥിനി ജീവനൊടുക്കി. കർണാടകയിലെ ഭട്കലിലാണ് നാടിനെ നടുക്കിയ ഈ സംഭവം. ബെളഗെ ഗ്രാമത്തിലെ കഞ്ചിക്കേരി സ്വദേശിയായ ഗായത്രി എന്ന പെൺകുട്ടിയാണ് കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തത്. You have reached the complete wedding mall in Kerala. രാജകുമാരിയുടെ വിവാഹ വസ്ത്രം അതിഗംഭീരമാക്കാൻ പോകുന്നു. ഭട്കൽ താലൂക്കിലെ ബെളഗെ ഗ്രാമത്തിലാണ് ഈ ദാരുണമായ സംഭവം അരങ്ങേറിയത്. കഞ്ചിക്കേരി നിവാസിയായ നാഗരാജ് ലച്ചയ്യ നായിക്കിന്റെ മകൾ ഗായത്രിയാണ് ആത്മഹത്യ ചെയ്തത്. തന്റെ കോളേജ് ഫീസ് അടയ്ക്കുന്നതിനായി ഗായത്രി കുറച്ചു പണം സ്വരൂപിച്ചു വെച്ചിരുന്നു. ഈ പണം തന്റെ പരിചയക്കാരനായ ജാലി സ്വദേശി സന്തോഷ് മാധവ നായിക്കിന് പെട്ടെന്നുള്ള ഒരാവശ്യത്തിനായി കടമായി നൽകുകയായിരുന്നു. പിന്നീട് തിരികെ നൽകാമെന്ന വ്യവസ്ഥയിലായിരുന്നു പണം നൽകിയത്. എന്നാൽ ഫീസ് അടയ്ക്കേണ്ട സമയമെടുത്തപ്പോൾ ഗായത്രി സന്തോഷിനോട് പണം തിരികെ ചോദിച്ചെങ്കിലും അയാൾ പണം നൽകാതെ പെൺകുട്ടിയെ ബുദ്ധിമുട്ടിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ഫീസ് അടയ്ക്കാൻ കഴിയാത്തതിനാൽ ഗായത്രിക്ക് പരീക്ഷ എഴുതാനുള്ള ഹാൾ ടിക്കറ്റ് ലഭിച്ചില്ല. ഇതിനെ തുടർന്ന് പെൺകുട്ടി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. കഴിഞ്ഞ ദിവസം ഗായത്രിയെ വീട്ടിൽ നിന്ന് കാണാതായതോടെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് പലയിടത്തും തിരച്ചിൽ നടത്തിയിരുന്നു. തുടർന്ന് വീടിനടുത്തുള്ള കിണറ്റിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. വിവരമറിഞ്ഞ് ഭട്കൽ റൂറൽ പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ മൃതദേഹം പുറത്തെടുത്തു. തുടർന്ന് സർക്കാർ ആശുപത്രിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. പരാതിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.